ഞാൻ പുതുതായിട്ടെടുത്ത TVS Jupiter 125 ആണിത്. അപ്പോൾ ഞാൻ ഈ വണ്ടി എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, മറ്റു വണ്ടികളിലേക്ക് പോകാതെ ജൂപ്പിറ്റർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ഈ വേരിയൻറ്റ് സെലക്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളും പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മറ്റു വണ്ടികൾ എന്തുകൊണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജൂപ്പിറ്റർ 125 സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ കമ്പാരിറ്റീവ്ലി സർവീസിൻ്റെ കാര്യത്തിലും, അതായത് മെക്കാനിക്കൽ കംപ്ലയിൻസിൻ്റെ കാര്യത്തിൽ കുറവും, അതേസമയം അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നു എന്നുള്ളതാണ് ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം. ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൾസർ 150 ആണ്. ഈ പൾസർ 150ക്ക് ഏകദേശം 50 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് 7 വർഷമായിട്ട്. അപ്പോൾ ഏകദേശം അതിനോടടുക്കുന്ന ഒരു മൈലേജ് കിട്ടുന്നു, എന്നാൽ കംപ്ലയിൻറ്റ്സ് അധികം കേൾക്കാത്തതുമായ ഒരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ജൂപ്പിറ്ററിൻ്റെ തന്നെ 110 ആയിരുന്നു. പക്ഷേ 110ന് ഈ ബാക്കിലെ ടയറിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് നല്ല ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മൈലേജിൻ്റെ കാര്യത്തിൽ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 125 തന്നെ ചൂസ് ചെയ്തത്. 110 ആണ് കാണാൻ ഭംഗി കൂടുതൽ. ഇനി ഇത് ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ്. അത് മനസ്സിലാക്കാനുള്ള വഴി ഇതാ. ഒന്നാമത്തത് ഈ ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. ഇത് സെമി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. ഒപ്പം ഇതാ ഈ താഴത്ത് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. എന്നാൽ ബേസ് വേരിയൻറ്റിന് എന്തില്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല. ഇനി ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇത് ഫുൾ ഡിജിറ്റലായിരിക്കും. ഫുള്ളി ഡിജിറ്റലിൻ്റെ ആവശ്യം നമുക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്തത്. കാരണം ഇതിൽ തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ള വേരിയൻസിൽ വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്ന ഒരു വേരിയൻ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളത്. ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം തന്നെ ഡിജിറ്റൽ ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ, സെമി ഡിജിറ്റലാണെന്ന് പറഞ്ഞു, സ്പീഡോമീറ്ററുണ്ട്. ഒപ്പം നമ്മൾ ഈ ചെറിയ ഡിജിറ്റൽ ഭാഗത്ത് ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടൈമും ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻസും ഒപ്പം ഓഡോമീറ്ററുമാണ്. 28 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ, 2 ദിവസമായിട്ടേ ഉള്ളൂ വണ്ടി എടുത്തിട്ട്. ഇനി നമ്മളിവിടെ മോഡ് എന്ന് പറയുന്ന ഒരു സ്വിച്ചും ഇപ്പോഴത്തെ സെറ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ചും ഉണ്ട്. ഈ 2 സ്വിച്ചുകളിൽ ഇപ്പോൾ ഈ മോഡിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ട്രിപ്പ് മീറ്റർ വരും. ട്രിപ്പ് മീറ്റർ എത്രയായി, 28.4 എന്ന് കാണിക്കുന്നുണ്ട്. വീണ്ടും ഞെക്കിയാൽ ട്രിപ്പ് 2B വരും. ശേഷം വീണ്ടും ഞെക്കിയാൽ ഇതാ ഇവിടെ കാണിക്കുന്നത് ഓഡോമീറ്ററാണ്. ഇപ്പോൾ മൈലേജാണ് ഈ കാണിക്കുന്നത്. മൈലേജ് എത്രയാണ്, 49.9 കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇനി ഇപ്പോൾ നിലവിലുള്ള പെട്രോൾ വെച്ചിട്ട് 103 കിലോമീറ്റർ കൂടി പോകുമെന്നാണ് ഇത് കാണിക്കുന്നത്. വീണ്ടും ടൈം. അപ്പോൾ ഓരോ പ്രസ്സിൽ അമർത്തുമ്പോൾ ട്രിപ്പ് A, ട്രിപ്പ് B, എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത്, ഇനി എത്ര കിലോമീറ്റർ കൂടി പോകുമെന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒപ്പം നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റ് ആണെങ്കിലും എല്ലാ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. കീസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇൻഡിക്കേറ്റർ, ഹോണ്. അപ്പുറത്ത് ഓട്ടോ എന്ന് പറയുന്ന ഈ എന്താ പറയുക, TVS വണ്ടികളിലുള്ളൊരു ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടി കൊടുത്തൊരു ഫീച്ചറാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ട്രാഫിക്കിലോ മറ്റോ നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ വണ്ടി ഇതുപോലെ താനെ ഓഫാവും. പിന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്താലാണ് വണ്ടി വീണ്ടും സ്റ്റാർട്ടാവുന്നത്. ഇവിടെ ചെറിയൊരു ഹാൻഡ് ബ്രേക്ക് പോലുള്ള സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ E20 എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതുതാവുകൊണ്ട് ഒട്ടിച്ചതാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൽ പ്രിൻറ്റ് ചെയ്തതാണോ? പ്രിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ E20 ആവുമെന്ന് വിചാരിക്കുക. എന്തായാലും വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു എന്താ പറയുക, ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ ചെറുതായിട്ട് ചാർജ് ചെയ്യാം. അത് വെക്കാനൊരു ചാർജിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊക്കെയാണ്. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് പോലെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടി സഹായിക്കും. പിന്നെ അതുപോലെ ഇവിടെയും സ്റ്റോറേജിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അതിന് മുമ്പ് ഈ പെട്രോൾ ടാങ്ക് തുറക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, വണ്ടി ഓഫ് എന്നുള്ള പൊസിഷനിൽ നിൽക്കുമ്പോൾ പ്രസ് ചെയ്തിട്ട് ഓണിലേക്ക് തിരിച്ചാൽ എന്ത് ചെയ്യും, പെട്രോൾ ടാങ്ക് തുറക്കും. ഈ പെട്രോൾ ടാങ്ക് വരുന്നത് ഫുട് ബോർഡിൻ്റെ അടിയിലാണ്. ഫുട് ബോർഡിൻ്റെ അടിയിലേക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റോറേജ് സാധാ വണ്ടികളൊക്കെ തുറക്കുന്ന പോലെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ബൂട്ട് ഓപ്പൺ ആവും. സോ സ്റ്റോറേജ് എന്ന് പറയുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വളരെയധികം കിട്ടുന്നതാണ്. ഇത് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരു കടയിൽ പോയിട്ട് സാധനം വേണമെങ്കിൽ വാങ്ങി വരാൻ ഈസി ആയിരിക്കും. ബാക്കിൽ സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ്, ഡിസ്ക് ഇല്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഈ വണ്ടിക്ക് ഈ ആക്സസറീസ് ഉൾപ്പെടെ എനിക്ക് 1,15,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇൻഷുറൻസ് പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2,000 രൂപയുടെ കുറവ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. അതേപോലെ തന്നെ
ക്രിസ്മസ് സമയത്ത് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഗാർഡ് ഓൾറൗണ്ട് ഗാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു മെച്ചമായിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റ് ആയിട്ട് പോലും LED ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡ് ഇട്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓണാവില്ല. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് താഴ്ത്തിയാൽ ഓണായിരിക്കുന്ന വണ്ടി ഓഫ് ആവും ചെയ്യും. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ വണ്ടി ഊരി താക്കോൽ ഊരി പോയാലും ഹെഡ്ലൈറ്റ് ഒരു 10 സെക്കൻഡ് നേരം കൂടി കത്തും. അതായത് ഇപ്പോൾ നമ്മൾ വല്ല ഇരുട്ടത്തേക്കൊക്കെയാണ് പോകുന്നത്, നമുക്ക് ലൈറ്റ് ഇടാനുള്ള സമയം വരെ അത് നിൽക്കും. പിന്നീടാണ് താനത് ഓഫാവും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഓഫാക്കിയതല്ല, താൻ ഓഫായതാണ്. അതുപോലെ ഞാൻ റോട്ടിൽ കൂടെയൊക്കെ നന്നായി ഓടിച്ചു നോക്കി, നല്ല പവറിലൊക്കെ കൊടുത്ത് ഓടിച്ചു നോക്കി. വണ്ടി പറയലോ കാര്യങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ നല്ല അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഇനി വണ്ടിയുടെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് സർവീസിന് ശേഷം കാണാം.